നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില വീടുകളിൽ കയറുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഭാരവും അസ്വസ്ഥതയും തോന്നും. എന്നാൽ മറ്റു ചിലയിടങ്ങളിൽ എത്ര നേരം ഇരുന്നാലും മനസ്സിൽ വലിയൊരു സമാധാനം അനുഭവപ്പെടും. ഇതെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആചാര്യ ചാണക്യൻ ഇതിനെ വിളിക്കുന്നത് അദൃശ്യ ശത്രു എന്നാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയില്ലെങ്കിലും അസൂയയുടെയും ദേഷ്യത്തിന്റെയും സങ്കടത്തിന്റെയും രൂപത്തിൽ ഒരു നെഗറ്റീവ് ഊർജം നമുക്ക് ചുറ്റും വലയം തീർക്കാറുണ്ട്. ആധുനിക ശാസ്ത്രം ഇതിനെ ലോ വൈബ്രേഷണൽ എനർജി എന്ന് വിളിക്കുന്നു. ഇത് നിങ്ങളുടെ വീട്ടിൽ തങ്ങി നിന്നാൽ കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകും, രോഗങ്ങൾ വരും, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തടസ്സപ്പെടും. എന്നാൽ ഭയപ്പെടേണ്ട. ചാണക്യൻ തന്റെ ഗുപ്തതന്ത്രങ്ങളിൽ ഈ നെഗറ്റീവ് എനർജിയെ തകർക്കാൻ ഒരു വജ്രായുധത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതാണ് മന്ത്രശാസ്ത്രം. മന്ത്രങ്ങൾ എന്നത് വെറും വാക്കുകളല്ല, അവ പ്രപഞ്ചത്തിന്റെ താളലയങ്ങളുമായി ചേർത്തുവെച്ച ശബ്ദതരംഗങ്ങളാണ്. ഒരു മന്ത്രം ശരിയായ രീതിയിൽ ഉച്ചരിക്കുമ്പോൾ അത് നിങ്ങളുടെ ചുറ്റുമുള്ള വായുവിനെ പോലും ശുദ്ധീകരിക്കും. ഇന്ന് ഈ വീഡിയോയിലൂടെ ചാണക്യൻ പഠിപ്പിച്ച ആ രഹസ്യമന്ത്രവും അത് വീട്ടിൽ എങ്ങനെ പ്രയോഗിക്കണം എന്ന തന്ത്രവും ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തും. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ നിങ്ങളുടെ വീട് ഒരു പോസിറ്റീവ് എനർജി സെന്ററായി മാറുന്നത് നിങ്ങൾക്ക് നേരിട്ട് അനുഭവപ്പെടും. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കി ഐശ്വര്യം വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അതിശക്തമായ ചാണക്യ രഹസ്യങ്ങൾക്കായി നമ്മുടെ ചാണക്യ മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ബെല്ലൈക്കൺ അമർത്തുക. നെഗറ്റീവ് എനർജി നിങ്ങളുടെ ജീവിതത്തിന്റെ പടിവാതിൽക്കൽ പോലും എത്താൻ നമ്മൾ സമ്മതിക്കില്ല. നിങ്ങളുടെ വീട്ടിൽ അകാരണമായി വഴക്കുകൾ ഉണ്ടാകാറുണ്ടോ? അല്ലെങ്കിൽ എപ്പോഴും ഒരു നെഗറ്റീവ് മൂഡ് തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ സേവ് എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് ആ ഊർജത്തെ മാറ്റിയെടുക്കാം. പലരും കരുതുന്നത് മന്ത്രങ്ങൾ എന്നത് വെറുമൊരു വിശ്വാസം മാത്രമാണെന്നാണ്. എന്നാൽ ആചാര്യ ചാണക്യൻ 2500 വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയ ഒരു വലിയ സത്യമുണ്ട്. ശബ്ദമാണ് ഭൗതിക ലോകത്തെ മാറ്റാനുള്ള എളുപ്പവഴി. ആധുനിക ക്വാണ്ടം ഫിസിക്സിലെ സ്ട്രിംഗ് തിയറി പറയുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലനം ഒരു ശബ്ദമുണ്ടാക്കുന്നു. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ കയോട്ടിക് അഥവാ ക്രമരഹിതമാണ്. ഇത് നിങ്ങളുടെ വീട്ടിലെ വായുവിലുള്ള ജലാംശത്തെയും ഊർജത്തെയും വികലമാക്കുന്നു. ചാണക്യൻ പഠിപ്പിക്കുന്നത് ഒരു പ്രത്യേക ക്രമത്തിൽ ശബ്ദങ്ങൾ ഉച്ചരിക്കുമ്പോൾ അത് വായുവിലുള്ള ഈ നെഗറ്റിവിറ്റിയെ പുനഃക്രമീകരിക്കുമെന്നാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുരണനങ്ങൾ നമ്മുടെ തലച്ചോറിലെ പീനിയൽ ഗ്ലാൻഡിനെ ഉത്തേജിപ്പിക്കുന്നു. ഇത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കുന്നു. വീട്ടിലെ നെഗറ്റീവ് എനർജി എന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ലോ ഫ്രീക്വൻസി തരംഗങ്ങളാണ്. മന്ത്രങ്ങളിലൂടെ നമ്മൾ അവിടെ ഒരു ഹൈ ഫ്രീക്വൻസി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഗ്ലാസ് പാത്രങ്ങൾ ശബ്ദം കൊണ്ട് പൊട്ടുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു പ്രത്യേക ശബ്ദ തരംഗത്തിന് ദ്രവ്യത്തെ പോലും സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ തകർക്കാൻ കഴിയില്ല? ചാണക്യൻ പറയുന്നു, മന്ത്രമാണ് ഏറ്റവും വലിയ ഔഷധം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രോഗബാധിതരായി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കടബാധ്യതകൾ കൊണ്ട് നിങ്ങൾ വീർപ്പുമുട്ടുകയാണെങ്കിൽ നിങ്ങൾ അറിയേണ്ടത് ഈ ശബ്ദശാസ്ത്രമാണ്. ഒരു ഇരുണ്ട മുറിയിൽ ഒരു വിളക്ക് കൊളുത്തിയാൽ ഇരുട്ട് മാറുന്നത് പോലെ ശരിയായ മന്ത്രങ്ങൾ ഉച്ചരിക്കുന്ന വീടുകളിൽ നിന്ന് ദാരിദ്ര്യവും കലഹങ്ങളും പടിയിറങ്ങും. ഒരു മന്ത്രം വെറുതെ ചൊല്ലിയാൽ പോരാ, അതെങ്ങനെ നാവിൻ തുമ്പിൽ നിന്ന് പുറപ്പെടണമെന്ന് ചാണക്യൻ വിവരിക്കുന്നുണ്ട്. അടിവയറ്റിൽ നിന്നുള്ള വായു നിങ്ങളുടെ തൊണ്ടയിലെ വോക്കൽ കോഡിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ കനം, അത് നിങ്ങളുടെ വീട്ടിലെ ഓരോ ചുവരിലും സ്പന്ദനങ്ങൾ ഉണ്ടാക്കണം. ആ സ്പന്ദനങ്ങളാണ് നെഗറ്റീവ് എനർജിയെ തകർക്കുന്ന ചുറ്റികകൾ. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മന്ത്രം കേൾക്കുമ്പോൾ നിങ്ങളുടെ ശരീരം തരിക്കുകയോ മനസ്സിൽ ഒരു സമാധാനം തോന്നുകയോ ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എനർജി എന്ന് ടൈപ്പ് ചെയ്യുക. ആ ഊർജം എങ്ങനെ നമുക്ക് പ്രായോഗികമായി ഉപയോഗിക്കാം എന്ന് നമ്മൾ അടുത്ത പോയിന്റിൽ ചർച്ച ചെയ്യും. നിങ്ങളുടെ വാക്ക് പ്രാർത്ഥനയാകുമ്പോൾ അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ചാണക്യന്റെ ഈ മന്ത്രശാസ്ത്രം നിങ്ങളുടെ വീടിനെ ഒരു ദേവാലയമാക്കി മാറ്റും. അവിടെ ദുഷ്ടശക്തികൾക്കോ അസൂയയ്ക്കോ സ്ഥാനമുണ്ടാകില്ല. ഇനി ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത് ആചാര്യ ചാണക്യൻ തന്റെ അതീവ രഹസ്യമായ തന്ത്രങ്ങളിൽ വിവരിച്ചിട്ടുള്ള ആ ശബ്ദവിദ്യയാണ്. ഇതിനെ വെറുമൊരു മന്ത്രമായി കാണരുത്, ഇതൊരു പ്രപഞ്ച താക്കോലാണ്. വീട്ടിലെ നെഗറ്റീവ് എനർജിയെ തുരത്താൻ ചാണക്യൻ പ്രധാനമായും നിർദ്ദേശിക്കുന്നത് പ്രണവമന്ത്രവും അതിനോട് ചേർന്നുള്ള ഗായത്രി തരംഗങ്ങളുമാണ്. എന്നാൽ ഇത് സാധാരണ പോലെ ചൊല്ലിയാൽ പോരാ. ഇതിന് ചാണക്യൻ പറയുന്ന ഒരു സീക്രട്ട് ടെക്നിക് ഉണ്ട്. ചാണക്യൻ പറയുന്നു, നാഭിസ്ഥിത വായു. അതായത് ശബ്ദം പുറപ്പെടേണ്ടത് നിങ്ങളുടെ തൊണ്ടയിൽ നിന്നല്ല, മറിച്ച് നിങ്ങളുടെ നാഭിയിൽ നിന്നായിരിക്കണം. അത് ചെയ്യേണ്ട രീതി ഇതാ. പുലർച്ചെ സൂര്യോദയത്തിന് മുൻപ് വീടിന്റെ കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുക. നിങ്ങളുടെ നട്ടെല്ല് നേരെയായിരിക്കണം. ഓം എന്ന് ഉച്ചരിക്കുമ്പോൾ ഓ എന്ന ഭാഗം കുറച്ചും മും എന്ന ഭാഗം കൂടുതൽ നീട്ടിയും ഉച്ചരിക്കുക. ആ ഇം എന്ന ശബ്ദമുണ്ടാക്കുന്ന വൈബ്രേഷൻ നിങ്ങളുടെ തലയോട്ടിയിലും വീട്ടിലെ ചുവരുകളിലും പ്രതിഫലിക്കണം. ഈ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസി ഏകദേശം 432 ഹെർട്സ് ആണ്. ഇത് പ്രപഞ്ചത്തിന്റെ സ്വാഭാവിക താളമാണ്. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഈ ശബ്ദം കേൾക്കുമ്പോൾ നെഗറ്റീവ് ശക്തികൾക്ക് ആ സ്ഥലത്ത് നിലനിൽക്കാൻ കഴിയില്ല എന്നാണ്. കാരണം ഇരുട്ടിന് വെളിച്ചത്തെ നേരിടാൻ കഴിയാത്തതുപോലെ താഴ്ന്ന ഊർജത്തിന് ഈ ഉയർന്ന ഊർജത്തെ നേരിടാൻ കഴിയില്ല. നിങ്ങളുടെ വീട്ടിലെ ഓരോ കോണിലും ഈ ശബ്ദം എത്തണം. ചാണക്യൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ട്, മന്ത്രം മനസ്സിനെ ശുദ്ധീകരിക്കും,
ശംഖനാദം അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് മന്ത്രോച്ചാരണത്തിന് ശേഷം ഒരു ശംഖ് മുഴക്കുന്നത് നെഗറ്റീവ് എനർജിയെ വേരോടെ പിഴുതെറിയാൻ സഹായിക്കും. ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭാവമുണ്ടായിരിക്കണം: ഈ ശബ്ദത്തിലൂടെ എന്റെ വീട്ടിലെ എല്ലാ തിന്മകളും പടിയിറങ്ങുകയാണ്. ഒരു മന്ത്രം 108 തവണ ചൊല്ലുന്നത് വെറുമൊരു കണക്കല്ല. നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട 108 ഊർജ്ജ കേന്ദ്രങ്ങളെ ഉണർത്താനാണ് ഈ സംഖ്യ ഉപയോഗിക്കുന്നത്. നിങ്ങൾ 108 തവണ ഈ മന്ത്രം പൂർത്തിയാക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഒരു പവർഫുൾ മാഗ്നറ്റായി മാറും. അപ്പോൾ നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഈ മന്ത്രം ഇന്നു മുതൽ 21 ദിവസം തുടർച്ചയായി ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കമന്റ് ബോക്സിൽ ഐ എം റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ മാറ്റം അവിടെ തുടങ്ങുന്നു. ചാണക്യൻ പറയുന്നു: ശബ്ദത്തെ ജയിച്ചവൻ ലോകത്തെ ജയിച്ചു. നിങ്ങളുടെ വാക്കുകളിൽ ഈ മന്ത്രത്തിന്റെ കരുത്തുണ്ടാകട്ടെ. നിങ്ങളുടെ വീട് ഐശ്വര്യത്തിന്റെ വിളനിലമാകട്ടെ. ചാണക്യൻ തന്റെ അതീവ രഹസ്യമായ തന്ത്രങ്ങളിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: ലവണം സർവ്വദോഷജ്ഞം. അതായത് ഉപ്പ് എല്ലാ ദോഷങ്ങളെയും നശിപ്പിക്കാൻ ശേഷിയുള്ളതാണ്. എന്നാൽ പലരും ഉപ്പ് വെറുമൊരു ഭക്ഷണ സാധനമായിട്ടാണ് കാണുന്നത്. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിലും ആയുർവേദ തത്വങ്ങളിലും ഉപ്പിനെ ഒരു നെഗറ്റീവ് എനർജി അബ്സോർബർ ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ഉപ്പ് ഒരു ക്രിസ്റ്റൽ രൂപമാണ്. ക്രിസ്റ്റലുകൾക്ക് ഊർജത്തെ സംഭരിക്കാനും പുറന്തള്ളാനുമുള്ള കഴിവുണ്ട്. ചാണക്യൻ നിർദ്ദേശിക്കുന്ന വിദ്യ ഇതാണ്: ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ അല്പം കല്ലുപ്പിടുക. ഈ ഉപ്പുവെള്ളം നിങ്ങളുടെ വീട്ടിലെ മൂലകളിൽ വെക്കുമ്പോൾ അത് അന്തരീക്ഷത്തിലുള്ള അയോണുകളെ ക്രമീകരിക്കുന്നു. എന്നാൽ ഇവിടെയാണ് ചാണക്യന്റെ തന്ത്രം ഒളിഞ്ഞിരിക്കുന്നത്. വെറും ഉപ്പുവെള്ളം വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ വെള്ളത്തിന് നമ്മൾ മുൻപ് പറഞ്ഞ മന്ത്രങ്ങളുടെ കരുത്ത് നൽകണം. ചാണക്യൻ പറയുന്നത്, ഉപ്പുവെള്ളത്തിന് മുകളിൽ കൈകൾ വെച്ച് നമ്മൾ മന്ത്രം ചൊല്ലുമ്പോൾ ആ ശബ്ദ തരംഗങ്ങൾ വെള്ളത്തിലെ ലവണാംശവുമായി പ്രതിപ്രവർത്തിക്കുന്നു. ഇത് ആ വെള്ളത്തെ ഒരു മാഗ്നറ്റിക് വാക്വം ക്ലീനർ ആക്കി മാറ്റുന്നു. ഇത് നിങ്ങളുടെ വീട്ടിലെ അസൂയയുടെയും ദേഷ്യത്തിന്റെയും തരംഗങ്ങളെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. ഒരു പ്രത്യേക സമയം ഇതിനായി ചാണക്യൻ നിർദ്ദേശിക്കുന്നുണ്ട്: സൂര്യാസ്തമയത്തിന് ശേഷം ഈ ഉപ്പുവെള്ളം വീടിന്റെ പ്രധാന വാതിലിന് സമീപമോ അല്ലെങ്കിൽ വഴക്കുകൾ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലോ വെക്കുക. പിറ്റേന്ന് രാവിലെ ആരോടും സംസാരിക്കാതെ ഈ വെള്ളം വീടിന് പുറത്ത് ഒഴുക്കിക്കളയുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിനോട് പറയണം: എന്റെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് എനർജിയും ഈ വെള്ളത്തോടൊപ്പം പുറത്തേക്ക് പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കടൽ തീരത്ത് പോയി വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഉന്മേഷം തോന്നും. അതിന് കാരണം കടൽക്കാറ്റിലെ ഉപ്പും തിരമാലകളുടെ ആ വലിയ ശബ്ദവും ചേർന്നുള്ള ക്ലെൻസിംഗ് പ്രോസസ്സാണ്. ചാണക്യൻ ആ വലിയ പ്രകൃതി പ്രതിഭാസത്തെ ഒരു ചെറിയ പാത്രത്തിലേക്ക് ആവാഹിക്കാനുള്ള വിദ്യയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ ഈ വിദ്യ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കമന്റ് ബോക്സിൽ ക്ലെൻസ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം. ചാണക്യൻ പറയുന്നു, പ്രകൃതിയിൽ തന്നെ എല്ലാത്തിനും മരുന്നുണ്ട്. അത് കണ്ടെത്താനുള്ള അറിവ് വേണമെന്ന് മാത്രം. ഉപ്പും മന്ത്രവും ചേർന്നുള്ള ഈ പവിത്രമായ വിദ്യ നിങ്ങളുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളെയും നീക്കം ചെയ്യും. ദാരിദ്ര്യവും ദുഃഖവും നിങ്ങളുടെ പടിവാതിൽ കടക്കില്ല. ചാണക്യൻ വിശ്വസിച്ചിരുന്നത് നമ്മൾ ചെയ്യുന്ന കർമ്മം പോലെ തന്നെ പ്രധാനമാണ് അത് ചെയ്യുന്ന സ്ഥലവും ദിശയും എന്നാണ്. ഈ ഉപ്പുവെള്ളം വെറുതെ എവിടെയെങ്കിലും വെച്ചാൽ പോരാ. ഇതിന് വാസ്തുശാസ്ത്രവും ചാണക്യനീതിയും പറയുന്ന ചില പ്രധാന പോയിന്റുകളുണ്ട്. ആദ്യത്തേത്, ഈശാനകോൺ. വീടിന്റെ വടക്ക് കിഴക്ക് ദിശയാണ് ഊർജത്തിന്റെ ഉറവിടം. ഇവിടെ നെഗറ്റീവ് എനർജി തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ഒരിക്കലും ഐശ്വര്യം വരില്ല. ചാണക്യൻ നിർദ്ദേശിക്കുന്നത് അകാരണമായ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഈ ദിശയിൽ ഉപ്പുവെള്ളം വെച്ച് മന്ത്രം ചൊല്ലാനാണ്. രണ്ടാമത്, തെക്ക് പടിഞ്ഞാറ്. ഈ ഭാഗത്താണ് രാഹുവിന്റെ സ്വാധീനം കൂടുതലുള്ളത്. കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടെങ്കിൽ ഈ കോണിൽ വെള്ളം വെക്കുന്നത് ആ നെഗറ്റീവ് തരംഗങ്ങളെ വലിച്ചെടുക്കാൻ സഹായിക്കും. മൂന്നാമത്, പ്രധാന വാതിൽ. പുറത്തുനിന്ന് വരുന്ന അതിഥികളോടൊപ്പം വരുന്ന അസൂയയും കണ്ണേറും തടയാൻ വാതിലിന്റെ വലതുഭാഗത്ത് ഒരു ചെറിയ പാത്രത്തിൽ ഉപ്പുവെള്ളം വെക്കുന്നത് അതീവ ഫലപ്രദമാണ്. ഭൂമിയുടെ കാന്തിക വലയവുമായി നമ്മുടെ വീടിന്റെ ഓരോ മൂലയും ബന്ധപ്പെട്ടിരിക്കുന്നു. ഉപ്പുവെള്ളം ഈ മൂലകളിൽ വെക്കുമ്പോൾ അത് ആ കാന്തിക തരംഗങ്ങളെ ശുദ്ധീകരിക്കുന്ന ഒരു ഫിൽട്ടറായി പ്രവർത്തിക്കുന്നു എന്ന് ചാണക്യൻ തന്റെ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. ഇതൊരു വെറും വിദ്യയല്ലെന്ന് മനസ്സിലാക്കാൻ മഗധ രാജ്യത്തെ ഒരു കഥ നിങ്ങൾ അറിയണം. ചാണക്യൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രാജ്യത്ത് ഒരു ഭാഗത്ത് വലിയ ദാരിദ്ര്യവും ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥതയും പടർന്നു. വീടുകളിൽ സമാധാനമില്ലാതായി. ചാണക്യൻ വേഷം മാറി ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു: ജനങ്ങളുടെ മനസ്സിൽ ഭയവും പരസ്പരമുള്ള അസൂയയും നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹം ജനങ്ങളെ വിളിച്ചുകൂട്ടി അവരോട് ഒരു കാര്യം പറഞ്ഞു: നിങ്ങളുടെ വീടുകളിൽ വെളിച്ചം വരണമെങ്കിൽ ആദ്യം അവിടുത്തെ ഇരുട്ടിനെ പുറത്താക്കണം. അദ്ദേഹം അവർക്ക് ഈ ഉപ്പുവെള്ള വിദ്യയും ഓം എന്ന നാദവും പഠിപ്പിച്ചു കൊടുത്തു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആ ഗ്രാമത്തിലെ അന്തരീക്ഷം മാറി. ജനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലരായി. കൃഷി മെച്ചപ്പെട്ടു. ചാണക്യൻ അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്: രാജാവിനെ പേടിക്കുന്ന പ്രജയല്ല, തന്റെ ഉള്ളിലെ ഇരുട്ടിനെ ജയിക്കുന്ന പ്രജയാണ് രാജ്യത്തിന്റെ കരുത്ത്. സാധാരണക്കാർക്ക് പോലും പ്രയോഗിക്കാൻ കഴിയുന്ന ഇത്രയും ലളിതമായ ഒരു വിദ്യയിലൂടെയാണ് ചാണക്യൻ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അടിത്തറ ഭദ്രമാക്കിയത്. ആചാര്യ ചാണക്യൻ പറഞ്ഞു: മന ഏവ മനുഷ്യാനാം കാരണം
ബന്ധമോക്ഷയോഹ. മനുഷ്യന്റെ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം അവന്റെ മനസ്സ് തന്നെയാണ്. നിങ്ങളുടെ വീട് നിങ്ങൾ എത്ര വൃത്തിയാക്കിയാലും നിങ്ങളുടെ മനസ്സിനുള്ളിൽ അസൂയയും ഭയവും ആത്മവിശ്വാസമില്ലായ്മയും ഉണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി നിങ്ങളെ വിട്ടുപോകില്ല. നമ്മുടെ മനസ്സ് ഒരു കണ്ണാടി പോലെയാണ്. അതിൽ നെഗറ്റീവ് ചിന്തകളുടെ പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ നമുക്ക് ശരിയായ വഴി കാണാൻ കഴിയില്ല. ചാണക്യൻ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ ഒരു മന്ത്രമുണ്ട്. അത് കേവലം വാക്കുകളല്ല, മറിച്ച് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനുള്ള ഒരു വിദ്യയാണ്. ആ രഹസ്യ മന്ത്രം ഇതാ: ഓം ശാന്തി ശാന്തി ശാന്തി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ലളിതമായി തോന്നാം. എന്നാൽ ചാണക്യൻ ഇതിന് നൽകുന്ന വിശദീകരണം നോക്കുക. 3 തവണ ശാന്തി എന്ന് പറയുന്നത് വെറുതെയല്ല. 1. ആധിഭൗതികം, നമുക്ക് ചുറ്റുമുള്ള ലോകത്തു നിന്നുള്ള, അതായത് ശത്രുക്കളിൽ നിന്നും അപകടങ്ങളിൽ നിന്നുമുള്ള സമാധാനം. 2. ആധിദൈവികം, പ്രകൃതിയിൽ നിന്നുള്ള, അതായത് രോഗങ്ങളിൽ നിന്നും വിപത്തുകളിൽ നിന്നുമുള്ള സമാധാനം. 3. ആധ്യാത്മികം, നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ദേഷ്യത്തിൽ നിന്നും ഭയത്തിൽ നിന്നുമുള്ള സമാധാനം. ഈ മന്ത്രം ചൊല്ലേണ്ട കൃത്യമായ രീതി ചാണക്യൻ പഠിപ്പിക്കുന്നുണ്ട്. ശ്വാസം സാവധാനം അകത്തേക്കെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ശാന്തി എന്ന് പറയുക. ഓരോ തവണ പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ ഓരോ നെഗറ്റീവ് ചിന്തയും ശ്വാസത്തോടൊപ്പം പുറത്തേക്ക് പോകുന്നത് സങ്കല്പിക്കുക. ഇതിനെ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് ആധുനിക കാലത്ത് വിളിക്കാം. നിങ്ങൾ ശാന്തി എന്ന് ഉച്ചരിക്കുമ്പോൾ നിങ്ങളുടെ നാഡീവ്യൂഹം അയയുകയും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയുകയും ചെയ്യുന്നു. ചാണക്യൻ പറയുന്നു, ശാന്തമായ മനസ്സുള്ളവന് ശത്രുക്കളില്ല. സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ലോകത്തെ മുഴുവൻ യുദ്ധം ചെയ്ത് ജയിച്ച ചന്ദ്രഗുപ്ത മൗര്യന്റെ പിന്നിലെ ശക്തി ചാണക്യന്റെ ഈ ശാന്തതയായിരുന്നു. ഭയപ്പെടുമ്പോൾ മന്ത്രം ചൊല്ലുക, അസ്വസ്ഥനാകുമ്പോൾ നിശബ്ദനാകുക. നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റി മാറുമ്പോൾ പുറത്തെ ലോകം താനേ മാറുന്നത് നിങ്ങൾ കാണും. ഈ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിലെ സമാധാനം വീണ്ടെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ കമന്റ് ബോക്സിൽ ശാന്തി എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് ചുറ്റും ഒരു പോസിറ്റീവ് തരംഗം സൃഷ്ടിക്കാം. വീടിനേക്കാൾ വലിയ ക്ഷേത്രം നിങ്ങളുടെ മനസ്സാണ്. ചാണക്യന്റെ ഈ 5ാമത്തെ പാഠം ഓർക്കുക: പുറത്തെ ഇരുട്ടിനെ മാറ്റാൻ വിളക്ക് കൊളുത്തുക, ഉള്ളിലെ ഇരുട്ടിനെ മാറ്റാൻ മന്ത്രം ചൊല്ലുക. നിങ്ങൾ പ്രകാശമാകുമ്പോൾ ലോകം നിങ്ങളെ തേടി വരും. അങ്ങനെ നമ്മൾ ഇന്ന് ചാണക്യനീതിയിലെ അതിശക്തമായ 5 പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നെഗറ്റീവ് എനർജി എന്നത് ഒരു കെട്ടുകഥയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ തളർത്തുന്ന ഒരു മോശം അവസ്ഥയാണ്. പക്ഷെ ഓർക്കുക, ഇരുട്ട് എത്ര കടുപ്പമേറിയതായാലും ഒരു ചെറിയ വിളക്കിന്റെ പ്രകാശത്തിന് മുന്നിൽ അതിന് നിലനിൽപ്പില്ല. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഓർത്തെടുക്കൂ. 1. നിങ്ങളുടെ ചുറ്റുമുള്ള ശബ്ദ തരംഗങ്ങളെ തിരിച്ചറിയുക. 2. മന്ത്രങ്ങളിലൂടെ നിങ്ങളുടെ ഫ്രീക്വൻസി വർദ്ധിപ്പിക്കുക. 3. ചാണക്യന്റെ രഹസ്യമന്ത്രമായ ഓം ശരിയായ രീതിയിൽ പരിശീലിക്കുക. 4. ഉപ്പുവെള്ളം ഉപയോഗിച്ച് വീടിന്റെ ഓരോ മൂലയും ശുദ്ധീകരിക്കുക. 5. എല്ലാറ്റിനുമുപരിയായി നിങ്ങളുടെ മനസ്സിനെ സമാധാനത്തിന്റെ കേന്ദ്രമാക്കുക. സുഹൃത്തുക്കളെ, അറിവ് നേടുന്നത് നല്ലതാണ്, പക്ഷേ അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് നിങ്ങൾ ഒരു ചാണക്യനാകുന്നത്. ഇന്ന് ഈ വീഡിയോ കണ്ടു തീർക്കുമ്പോൾ തന്നെ ഒരു പാത്രത്തിൽ ഉപ്പുവെള്ളം എടുത്ത് ആ മന്ത്രം ചൊല്ലി നിങ്ങളുടെ വീട്ടിലെ ശുദ്ധീകരണം ആരംഭിക്കുക. മാറ്റങ്ങൾ പെട്ടെന്നുണ്ടാകില്ലായിരിക്കാം, പക്ഷേ 21 ദിവസം ഇത് തുടരുമ്പോൾ നിങ്ങളുടെ ജീവിതം മറ്റൊരു തലത്തിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ വഴി ഒരുപക്ഷെ മറ്റൊരു കുടുംബത്തിലെ കലഹങ്ങൾ അവസാനിച്ചേക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ അറിയാൻ എനിക്ക് വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ട് ഈ വിദ്യകൾ പരീക്ഷിച്ചതിന് ശേഷം നിങ്ങളുടെ അനുഭവങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ഗൂഢമായ ചാണക്യ രഹസ്യങ്ങൾ ഇനിയും അറിയാൻ നമ്മുടെ ചാണക്യ മലയാളം കുടുംബത്തിൽ അംഗമാകൂ. സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ആ ബെല്ലൈക്കൺ ഓൺ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ ദാരിദ്ര്യം മാറി ഐശ്വര്യം വരാൻ ചാണക്യൻ പറയുന്ന കുബേരതന്ത്രങ്ങൾ നമ്മൾ വെളിപ്പെടുത്തുന്നതാണ്. അതുവരെ പോസിറ്റീവ് ആയിരിക്കുക. ചാണക്യനെ പോലെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. നന്ദി, നമസ്കാരം.